അസ്സലാമു അലൈക്കും. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോൾ എന്ത് ആവേശമായിരുന്നു. ചെക്കിൻ സമയത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എയർപോർട്ടിനകത്തെ ഓടിക്കയറുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ കാണാൻ ഉള്ളം തുടിക്കുകയായിരുന്നു. 14-ാം രാവുദിച്ച പ്രകാശമായിരുന്നു. പക്ഷേ ഇന്ന് മുഖത്ത് ആ തെളിച്ചമില്ല. യാത്രയയക്കാൻ കൂടെ വന്നവരോട് എത്ര പറഞ്ഞിട്ടും വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ആ അവധിക്കാലത്തിന്റെ അവസാന നിമിഷങ്ങൾ വിട പറയുമ്പോഴുള്ള വേദന പങ്കുവെക്കുവാനും വിവരിക്കുവാനും വാക്കുകളില്ല. എയർപോർട്ടിലെ നിർഗമന കവാടത്തിന് സമീപം സ്ഥിരം കാഴ്ചയാണിത്. അകലുവാൻ മടിച്ചു നിൽക്കുന്നവർ, എത്ര പറഞ്ഞിട്ടും തീരാത്ത വിശേഷങ്ങളുമായി നിൽക്കുന്നവർ. എന്തൊക്കെ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലും സ്വന്തം നാടിനെ പിരിയാൻ ആർക്കാണ് ഇഷ്ടമുണ്ടാവുക, അല്ലേ? എന്റെ പാസ്പോർട്ട് കോപ്പിയും ഫോട്ടോയും കയ്യിലുണ്ടല്ലോ, അല്ലേ? നല്ല ചാൻസ് ഒന്നും വന്നാ വിടണ്ട കേട്ടോ. ഇവിടുത്തെ കാര്യം കട്ടപ്പോയാടാ, നിനക്കറിയാലോ. യാത്രയയക്കാൻ വന്ന ഗൾഫ് മോഹികളായ തൊഴിൽ രഹിതർ പ്രവാസിയോട് പറയുന്നതാണിത്. അവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തേലും കഷ്ടമാടാ എന്ന് മനസ്സിലുണ്ടെങ്കിലും നമുക്ക് നോക്കാടാ എന്ന ആശ്വാസവചനത്തിൽ മറുപടി ഒതുക്കും. പക്ഷെ മറ്റു ചിലരുണ്ട്, അവർക്ക് വല്ലാത്ത ആവേശമായിരിക്കും. അകത്തേക്ക് കയറാൻ അവർ ആദ്യമായി ഗൾഫിൽ പോകുന്നവരാണ്. കാത്തുകാത്തിരുന്ന് വിസകറ്റിയവരാണ്. പ്രതീക്ഷകൾ 1000 മനസ്സിൽ ഒളിപ്പിച്ചാണ് അവർ പ്രിയപ്പെട്ടവരോട് യാത്ര പറയുന്നത്. യാത്രയാക്കാൻ വന്നവരുടെ പ്രതീക്ഷയും അവനിലായിരിക്കാം. പണിതീരാത്ത വീടും കെട്ടുപ്രായമായ സഹോദരിമാരും അവശരായ മാതാപിതാക്കളുമെല്ലാം വേർപെടുത്തലിന്റെ വേദന അവരിൽ നിന്നകറ്റും. യാത്രയയക്കാൻ വന്നവരെ ആലിംഗനം ചെയ്ത് ബോർഡിംഗ് പാസ് കിട്ടി എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് വിളിക്കാം എന്ന് പറഞ്ഞ് ട്രോളി ഉരുട്ടി എയർപോർട്ടിനകത്തേക്ക് പ്രവേശിക്കുമ്പോഴും പ്രിയപ്പെട്ടവർ പുറത്ത് കവാടത്തിനരികെ കാത്തു നിൽപ്പുണ്ടാവും. ചെല്ലു ഗ്ലാസിനപ്പുറത്ത് നിന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവന്റെ ഒരു കൈവീശലിനായി, അല്ലേ? താങ്ക് യു.